ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, നമ്മിവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ചൊവ്വ മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഈ ചൊവ്വയുടെ ചാരവശാലുള്ള പ്രവേശനം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ചൊവ്വ പ്രവേശിക്കുന്നത് തൻ്റെ സൂക്ഷേത്രത്തിലാണ്. ജീവ ഇന്ദു ഉഷ്ണകരാഹ കുജസ്യ സുഹൃത. ജീവൻ എന്നാൽ വ്യാഴം, ഇന്ദു ചന്ദ്രൻ, ഉഷ്ണകരഹ എന്നാൽ ഉഷ്ണം ചെയ്യുന്ന സൂര്യൻ. ഈ മൂന്ന് ഗ്രഹങ്ങളും ചൊവ്വയുടെ സുഹൃത്തുക്കളാണ്. ജ്ഞഹ അരിഹി, ബുധൻ ശത്രുവാണ്, മറ്റുള്ളവർ സമന്മാരുമാണ്. ശനിയും ശുക്രനും സമന്മാരുമാണ്. ഇവിടെ നാം മനസ്സിലാക്കണം, കഴിഞ്ഞ 2 രാശികളിൽ മകരത്തിൽ ചൊവ്വ തൻ്റെ ഉച്ചക്ഷേത്രമാണ്, വളരെ നല്ല ഫലം ചെയ്തു. അതിനുശേഷം ചൊവ്വ വന്നത് കുംഭൻ രാശിയിലേക്കാണ്. കുംഭം രാശിയിലായിരുന്നു. കുംഭൻ രാശിയിലുള്ള ചൊവ്വയുടെ ഫലം, ആശ്രയഫലമൊക്കെ ശുഭമായിരുന്നില്ല. ഇപ്പോൾ ചൊവ്വ ഇതാ വ്യാഴക്ഷേത്രത്തിൽ വന്നിരിക്കുന്നു. വ്യാഴക്ഷേത്രത്തിൽ ഏത് ഗ്രഹങ്ങൾ വന്നാലും നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. ഈവൻ ശനി പോലും വ്യാഴക്ഷേത്രത്തിൽ വന്നാൽ നല്ല ഫലത്തെയാണ് പ്രദാനം ചെയ്യുക. ആശ്രയ ഫലവും എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ജൈവേ വ്യാഴക്ഷേത്രത്തിൽ എന്നാൽ ഏകരിഭു, ഒറ്റ ശത്രുവല്ല, ധാരാളം ശത്രുക്കൾ ഉണ്ടാകും. നരേന്ദ്ര സജീവ, രാജാവിൻ്റെ മന്ത്രിയാകും. വലിയ വലിയ ആളുകളുടെ മന്ത്രം ഉപദേശം കൊടുക്കുക, കൺസൾട്ടൻ്റ് ആകേണ്ട യോഗമുണ്ടാകുന്നു. ഖ്യാത അഭയ അർത്ഥാന്വിത, ഭയമില്ലാത്ത ആളാകുന്നു. പ്രശസ്തി ഉണ്ടാകുന്നു. അർത്ഥാന്വിത, ധനത്തോടു കൂടിയിരിക്കുന്നു. ഇവിടെ നല്ലൊരു ഫലമാണ് ആശ്രയ ഫലം മീനൻ രാശിയിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നാം മേടൻ രാശി മുതൽ 12 രാശിക്കാരുടെയും ചാരവശാലുള്ള ഭാവഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. ഇനി പ്രിയമുള്ള പ്രേക്ഷകർ അറിയണം, എത്ര ദിവസമാണ് ചൊവ്വ ഈ മീനൻ രാശിയിൽ നിൽക്കുന്നത് എന്ന വിഷയം. 38 ദിനങ്ങളാണ് ചൊവ്വ മീനൻ രാശിയിൽ നിൽക്കുന്നത്. അതായത് ഏപ്രിൽ 2-ാം തീയതി മീനമാസം 19-ാം തീയതി പ്രവേശിച്ച് മേടമാസം 28-ാം തീയതി വരെ, അതായത് മെയ് 11-ാം തീയതി വരെ 38 ദിവസക്കാലമാണ് ഇവിടെ ചൊവ്വ മീനൻ രാശിയിൽ നിൽക്കുന്നത്. ഈ 38 ദിവസക്കാലം ഓരോ രാശിക്കാരുടെയും ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളിൽ നിന്ന് 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ചൊവ്വ നിൽക്കുന്നത് 2 ഭാവങ്ങളുടെ അധിപനാണ്. ഒന്ന് ഭാഗ്യാധിപനാണ്, 9-ാം ഭാവാധിപനാകുന്ന ചൊവ്വ. മറ്റൊന്ന് അവരുടെ ധനാധിപനാണ്. ഇത്രയും ദിവസക്കാലം, ഒരു മാസക്കാലമായി ചൊവ്വ നിന്നത് കുംഭത്തിലാണ്, വളരെ ദുർബലമായാണ്. ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹക്കുറവും പിതൃക്കളുടെ അനുഗ്രഹക്കുറവും ഗുരുനാഥന്മാരുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങളും ധനപരമായ പ്രയാസങ്ങളിൽ നിന്നും ഒരു വലിയ മാറ്റം, സമൂലമായ മാറ്റം ഇവിടെ വരികയാണ്. ഇവിടെ മീനത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ എന്ന് അറിയുക. പക്ഷേ ചൊവ്വ ഒരു പാപഗ്രഹമാണ്. ചൊവ്വ നിൽക്കുന്നത് എവിടെയാണ്? മീനത്തിലാണ്, ലഗ്നത്തിലാണ്, മീനൻ രാശിയിൽ നിൽക്കുന്നു. ഈ രാശി ചൊവ്വ നിൽക്കുമ്പോൾ ശാരീരികമായ നേത്രസംബന്ധമായ രോഗങ്ങളൊക്കെ നോക്കണം, ശിരോജന്യമായ രോഗങ്ങളെ നോക്കണം. പാപേ ലഗ്നഗതയെ പരാജയ ശിരോരുഖ്, പരാജയങ്ങൾ വരിക, എടുത്തുചാട്ടം നടത്തും. എന്ത് കാര്യത്തിനും തൻ്റെ ഈഗോ തന്നെ ഒന്നിനും സമ്മതിക്കില്ല, ആർക്കും വഴങ്ങില്ല. ഈഗോയിസ്റ്റായിട്ട് അനാവശ്യമായ വാദവിവാദങ്ങളിലും ഒരു തരത്തിലും മറ്റുള്ളവരെ അനുസരിക്കാത്തൊരു സ്വഭാവം ഈ ചൊവ്വ പ്രകടിപ്പിക്കുന്നതാണ്. ദുഷ്കീർത്തിയ, തനിക്ക് ദുഃഖമുണ്ടാകും, ദുഷ്കീർത്തികളുണ്ടാകും. ഈ ചൊവ്വ നോക്കുന്നത് 7-ാം ഭാവത്തിലേക്കാണ്. അതിനാൽ പലപ്പോഴും വിവാഹ വിഷയങ്ങൾക്ക് നല്ല തീരുമാനങ്ങൾ ഉണ്ടാകും. പക്ഷേ ദാമ്പത്യത്തിൽ ഭാര്യാസുഖം കുറയുക, ഭാര്യയുമായി ബന്ധപ്പെടുന്ന വിവാദങ്ങൾ ഉണ്ടാകുക, ഇതൊക്കെ ചൊവ്വ ഉണ്ടാക്കി തരുന്നതാണ്. വ്യാധ്യാദീനി ഇതര ക്രിയാഭിഗമനം, മറ്റ് കർമ്മങ്ങളിലേക്ക് ഓടിപ്പോവുക, രോഗാദി അരിഷ്ടതകൾ, പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട BP സംബന്ധിച്ച രോഗങ്ങൾ, ശിരോജന്യമായ രോഗങ്ങൾ, തല എവിടെയെങ്കിലും ഇടിക്കുക, മുട്ടുക മുതലായ രോഗാദി അരിഷ്ടതകളും ശ്രദ്ധിക്കുക. സ്ഥാനച്യുതിച്ച ആപത്തുകൾ ഉണ്ടാകും, സ്ഥാനചലനം സംഭവിക്കും. അതിനാൽ ഒരു തരത്തിലുള്ള പ്രൊവൊക്കേഷൻ, താൻ എവിടെയും പ്രൊവോക്ക് ചെയ്യപ്പെടാൻ പാടില്ലാതെ നോക്കിയാൽ ഈ ചൊവ്വ നല്ലതാണ്. കാരണം ചൊവ്വ ഭാഗ്യാധിപനാണ്, ധനാധിപനാണ്. പല രീതിയിലും ഭൂമിപരമായ വിഷയങ്ങളിലെല്ലാം തന്നെ ചില ദൗത്യങ്ങളൊക്കെ നയിച്ച് മുന്നോട്ട് പോകാൻ ഈ ചൊവ്വ സഹായിക്കും. ആരെ? മീനൻ രാശിക്കാരെന്നറിയുക. ഇവിടെ ചൊവ്വ മീനൻ രാശിയിൽ നിൽക്കുമ്പോൾ അനുഭവം, ചമത്കാരം എന്താണെന്ന് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. വിലഗ്നേ ഗോജെ ദണ്ഡലോഹ അഗ്നിഭീതി. ദണ്ഡലോഹ അഗ്നി, അഗ്നി കൊണ്ടോ ലോഹം കൊണ്ടോ വടി കൊണ്ടോ അപകടങ്ങളുണ്ടാകും. തപൻ മാനസം കേസരിക്കും ദിദ്യ,
അങ്ങേയറ്റം പരാക്രമിയായിരിക്കും, എങ്കിലും മനസ്സ് തപിക്കും. കളത്രാധികാത ശിരോനേത്രപീഡ. ഭാര്യ മുതലായവർക്ക് രോഗങ്ങളും സർജറിയും ക്ലേശങ്ങളും ഉണ്ടാകും. ശിരോനേത്രപീഡ, നേത്രങ്ങൾ കണ്ണുകൾക്കും ശിരസ്സിനും പരിക്കുണ്ടാകും, രോഗങ്ങളുണ്ടാകും. വിഭാഗേ ഫലാനാം സദൈവോപസർഗ. പല കാര്യങ്ങളും ആഗ്രഹിച്ച് അവസാനം ലക്ഷ്യത്തിലെത്തുമ്പോൾ പുഴുക്കുത്ത് കാണും, അവിടെ തടസ്സങ്ങൾ നേരിടും. അതിനാലാണ് ഞാൻ സൂചിപ്പിച്ചത്, തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് നീങ്ങുക, നന്നായി ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹം വാങ്ങുക, ധർമ്മദൈവ പ്രീതി ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെ അനുകൂലമായ അന്തരീക്ഷം സംജാതമാകുന്നതാണ്. നന്ദി, നമസ്തേ.